ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി കുറച്ച് വെണ്ടയ്ക്ക, കുറച്ച് സബോള, പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത്തരം സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് നീളത്തിൽ ഇതുപോണക്കൊന്ന് എല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കാം. അതേപോലെ സവോളയും പച്ചമുളകും കുറച്ച് തേങ്ങാക്കൊത്ത്, ഞാനിതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിന് ശേഷം ഒരു പാത്രം വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടുക. കടുകിട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്കയും ഇതെല്ലാ സാധനങ്ങളും കൂടി അതിനകത്തോട്ടൊന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിന് ശേഷം ഒരു അടപ്പ് വെച്ചിട്ടത് മൂടി വെച്ച് കുറച്ച് സമയം വയ്ക്കുക. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ വൺ സൈഡ് അത് ഒന്ന് വാടി കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അങ്ങനെ ഒരു 2-3 ട്രിപ്പ് ചെയ്താൽ മതി. ഇത് വേഗമാകും, അധികം വെന്ത് പോകാൻ പാടില്ല ഈ വെണ്ടയ്ക്ക, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ മൂട എടുത്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കണം. കൂട്ടി യോജിപ്പിച്ച് വെക്കരുത്, ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് സെറ്റാവും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റെല്ലാം ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഞാൻ പിന്നെ ഒന്നും കൂടെ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി കാണുന്നിടം വരേക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.